Today we discuss eddy current test sequence. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനി അതിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ നമ്മളൊരു കോയിൽ എടുക്കുന്നു. ആ കോയിലിൽ കൂടെ നമ്മൾ AC സോഴ്സ് കടത്തിവിടുന്നു. ദെൻ AC സോഴ്സ് കടത്തിവിടുമ്പോൾ ഈ കോയിലൊരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുന്നു. അതൊരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. എ ഡൈനാമിക് എക്സ്പാൻഡിങ് ആൻഡ് കൊളാപ്സിങ് മാഗ്നറ്റിക് ഫീൽഡ് നോൺ ആസ് പ്രൈമറി ഫീൽഡ് ഫോംസ് ഇൻ ആൻഡ് അറൗണ്ട് ദ കോയിൽ ആസ് ദ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ. ഇപ്പോൾ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം കോയിലൂടെ AC സോഴ്സ് കടത്തിവിടുന്നു. ദെൻ കോയിലൊരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്തായിട്ടായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ കൊണ്ടുവെക്കുക. ദെൻ സ്റ്റേജ് 2, വെൻ ആൻ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ കോയിൽസ് ഡൈനാമിക് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ കോയിലിൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉള്ള ഏരിയയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ കൊണ്ടുവെക്കുന്നു. അപ്പോൾ കോയിലും ആ സ്പെസിമെനും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുക. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ നമ്മുടെ ഈ സ്പെസിമെനിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. സോ വെൻ ആൻ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ കോയിൽസ് ഡൈനാമിക് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വിൽ occur and eddy currents will be induced in the material. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആ സ്പെസിമെനിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇനി സ്റ്റേജ് 3, എഡ്ഡി കറണ്ട്സ് ഫ്ലോയിങ് ഇൻ ദ മെറ്റീരിയൽ വിൽ ജനറേറ്റ് ദെയർ ഓൺ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് വിൽ ഒപ്പോസ് ദ കോയിൽസ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ആ സ്പെസിമെനിൽ ജനറേറ്റ് ചെയ്തു. ഈ എഡ്ഡി കറണ്ട് ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്തു. എന്തിനാ ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുക? പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുക. അതിന് കാരണം എന്താണ്? ലെൻസ് ലോ. അപ്പോൾ ദ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് വിൽ ഓപ്പോസ് ദ കോയിൽസ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഹാസ് ആൻ എഫക്ട് ടു ദ കോയിൽ ഇംപെഡൻസ്. ഇപ്പം ഇത്തരത്തിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്ത ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നത് മൂലം കോയിലിൻ്റെ ഇംപെഡൻസിനൊരു വേരിയേഷൻ ഉണ്ടാകുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു പ്രിൻസിപ്പിളിൽ. ആ ഇംപെഡൻസ് വേരിയേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കും നമ്മൾ എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് നടത്തുക. ദെൻ വെൻ എ ഫ്ലോ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, ദ എഡ്ഡി കറണ്ട്സ് ആർ ഡിസ്റപ്റ്റഡ് ആൻഡ് ആർ റീഡ് ബൈ സ്യൂട്ടബിൾ ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ ഇനി നമ്മളെടുത്ത ആ സ്പെസിമെനിൽ ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എങ്കിൽ അത് ഈ എഡ്ഡി കറണ്ടിനെ ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യുകയും അപ്പോൾ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ അത് ബാധിക്കുകയും എൻഡ് റിസൾട്ടായിട്ട് ഇംപെഡൻസിൻ്റെ വേരിയേഷനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആ എഡ്ഡി കറണ്ട് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾ. ആ എഡ്ഡി കറണ്ടിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസം അത് ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷനായിട്ട് നമുക്ക് മെഷർ ചെയ്യുന്നു, അത് ഡിസ്പ്ലേയിൽ കാണിക്കാൻ സാധിക്കുന്നു. സോ ആ ഇംപെഡൻസ് വേരിയേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആ സ്പെസിമെൻ അത് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ നമുക്കിനി അടുത്ത് പോകേണ്ടത് ബേസിക്സ് ഓഫ് എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിലെ കുറച്ച് ഇലക്ട്രിക്കൽ ടേമുകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേമുകളാണ് നമ്മൾ നോക്കാൻ പോവുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ തന്നെ നമ്മൾ കണ്ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ തന്നെയാണ് നമുക്ക് എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇഫ് എ കണ്ടക്ടർ ക്യാരീസ് എ വേരിയിങ് ഓർ എ ചേഞ്ചിങ് കറണ്ട്, ഇറ്റ് വിൽ ഹാവ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ കോയിലിൽ കൂടെ ഒരു വേരിയിങ് കറണ്ട്, അതായത് AC കറണ്ട് AC കറണ്ട് കടത്തിവിടുമ്പോൾ ആ കോയിൽ ഒരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ആ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. സോ
if a conductor carries a varying or a changing current, it will have a changing magnetic field around it, and that changing magnetic field can induce a current or induce an EMF either in the same conductor or in a second conductor. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മളൊരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഇപ്പം നമ്മൾ എഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ആ കോയിലിൽ കൂടെ AC സോഴ്സ് കടത്തി വിടുമ്പോൾ കോയിലൊരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു സെൽഫ് ഇൻഡക്ഷനും ഉണ്ടാകുന്നു, മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ടാകുന്നു നമ്മൾ കണ്ടു. സെൽഫ് ഇൻഡക്ഷൻ മൂലമാണ് ആ കോയിലിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതും. അതിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നും വിളിച്ചു. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം ഏത് സംഭവിക്കുന്നു? ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് സ്പെസിമനിൽ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് വിളിക്കുക. അപ്പം ഇത്തരത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കണ്ടക്ടറിൽ കൂടി ഒരു AC സോഴ്സ് കടത്തി വിടുമ്പോൾ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകുന്നു. എവിടെയൊക്കെ? ഒന്നുകിൽ ആ സെയിം കണ്ടക്ടറിൽ തന്നെ ഉണ്ടാകും, അതല്ലെങ്കിൽ ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തായിട്ട് മറ്റൊരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. ഇത് രണ്ടുമാണ് നമ്മൾ നമ്മുടെ എഡി കറണ്ട് ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ പറയാൻ നേരത്തെ നമ്മൾ കണ്ടത്. അവിടെ നമുക്ക് സെൽഫ് ഇൻഡക്ഷനും ഉണ്ടാകുന്നു, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുന്നു. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലമാണ് നമുക്ക് എഡി കറണ്ട് ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിൽ സെയിം കോയിലിൽ തന്നെ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നും, ഇനി അടുത്ത ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തുള്ള മറ്റൊരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നതിനെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇൻഡ്യൂസ് EMF ഉണ്ടായി. ആ ഇൻഡ്യൂസ് EMFൻ്റെ ഇക്വേഷൻ VL = d∅/dt. d∅/dt എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഫൈ ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതാണ് നമ്മുടെ എഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ല എങ്കിൽ എഡി കറണ്ട് ഉണ്ടാവില്ല. സോ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നതാണ് ഈ എഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഒരു കോയിലുണ്ട് എങ്കിൽ ദെൻ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് n × d∅/dt ആയിരിക്കും. ഇനി അടുത്ത് സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻഡക്ഷൻ ഓഫ് എ വോൾട്ടേജ് ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ കറണ്ട് ക്യാരിയിങ് വയർ വെൻ ദ കറണ്ട് ഇൻ ദ വയർ ഇറ്റ് സെൽഫ് ഈസ് ചേഞ്ചിങ്. അതായത് നമ്മുടെ കോയിലെടുത്തു, ആ കോയിലിൽ കൂടെ പ്രൈമറി കറണ്ട് കടത്തി വിട്ടു. ആ പ്രൈമറി കറണ്ട് എന്ന് പറയുന്ന ഒരു AC ആണ്. ദെൻ അതുമൂലം ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, അല്ലെങ്കിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഈ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് ആരിയിരിക്കുന്നത്? ആ കോയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആകുന്നു. അപ്പം ഇത്തരത്തിൽ ഇൻഡ്യൂസ്ഡ് ആകുന്ന ഈ ഒരു പ്രോപ്പർട്ടി, ഇതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻഡക്ഷൻ ഓഫ് എ വോൾട്ടേജ് ഓർ കറണ്ട് in a current carrying wire when the current in the wire itself is changing. ഓക്കെ, അപ്പം നമ്മുടെ കേസിൽ പ്രൈമറി കോയിലിൽ കൂടെ നമ്മൾ AC സോഴ്സ് കടത്തി വിട്ടു. പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതുമൂലം പ്രൈമറി കോയിൽ തന്നെ സെൽഫ് ഇൻഡക്ഷൻ മൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞു. ഇൻ ദ കേസ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, the magnetic field created by a changing current in the circuit itself induces a voltage in the same circuit. ഓക്കെ, അപ്പോൾ അതാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ സെൽഫ് ഇൻഡക്ഷനിലൂടെ ആ കോയിലിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ ചെയ്യുന്നത്? പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. ഒപ്പോസ് ചെയ്യാനുള്ള കാരണം ലെൻസ് ലോ ആണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ കോയിലിൽ കൂടെ നമ്മളൊരു AC സോഴ്സ് കടത്തി വിടുന്നു. അപ്പോൾ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന പ്രൈമറി കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ആ കറണ്ടിനെ ആര് ഒപ്പോസ് ചെയ്യുന്നു?
ഈ സെൽഫ് ഇൻഡക്ഷൻ മൂലം ഇൻഡ്യൂസ്ഡ് ആകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. കാരണം ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാൻ കാരണക്കാരൻ പ്രൈമറി കറണ്ടാണ്. സോ അവനെ ഒപ്പോസ് ചെയ്യുന്നു. Then the reduction of current flow in a circuit due to induction is called inductive reactance. അപ്പോൾ ഇത്തരത്തിൽ സെൽഫ് ഇൻഡക്ഷൻ മൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി, അത് പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈമറി കറണ്ടിന് ഒരു ഒപ്പോസിഷൻ നേരിടുന്നു. അതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ദെൻ അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ പറഞ്ഞതാണ്, വെൻ വൺ സർക്യൂട്ട് ഇൻഡ്യൂസസ് കറണ്ട് ഫ്ലോ ഇൻ എ സെക്കൻഡ് ഓർ നിയർ ബൈ സർക്യൂട്ട് ഇറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതായത് നമ്മളൊരു കോയിലിൽ കൂടെ വേരിയിങ് കറണ്ട് കടത്തി വിടുന്നു, കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തായിട്ട് മറ്റൊരു കണ്ടക്ടർ, നമ്മൾ ഈ പറഞ്ഞ പോലെ എഡ്ഡി കറണ്ട് ടെസ്റ്റ് ചെയ്ത പോലെ വേറൊരു കണ്ടക്ടർ ഉണ്ട്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ ആ ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. ഈ കാണുന്ന പോലെ കോയിൽ 1 ഉണ്ട്. കോയിൽ 1 ഒരു വേരി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. സോ അതിനടുത്താണ് കോയിൽ 2 ഇരിക്കുന്നത്. സോ കോയിൽ 2 എന്ത് സംഭവിക്കുന്നു? ഒരു ഇൻഡ്യൂസ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും കാണുക. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കോയിലാണ്. കോയിലിലേക്ക് നമ്മൾ എ സി സോഴ്സ് കടത്തി വിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് അടുത്തായിട്ട് ആര് വെക്കുന്നു? നമ്മൾ മറ്റൊരു കോയിലിനെ വെക്കാൻ പോവുകയാണ്. കണ്ടോ, മറ്റൊരു കോയിലിനെ വെക്കുന്നു. അപ്പോൾ ആ കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം ആ സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ് ഇ എം എഫ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകുന്നു. ഇനി അടുത്തതാണ് ലെൻസ് ലോ. എന്താ ലെൻസ് ലോ പറയുക? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഒപ്പോസ് എനി ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇൻഡ്യൂസ് ദ കറണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലെൻസ് ലോ പറഞ്ഞ കാര്യം എന്താണ്? ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഒപ്പോസ് എനി ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇൻഡ്യൂസ് ദ കറണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ആരാണ്? അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് എഡ്ഡി കറണ്ട് ഉണ്ടായി, ആ എഡ്ഡി കറണ്ട് ഉണ്ടാകാൻ കാരണം പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡാണ്. സോ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എഡ്ഡി കറണ്ട് ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നു. ഇനി സെൽഫ് ഇൻഡക്ഷൻ കേസിൽ പറയുകയാണെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൈമറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പം ലെൻസ് ലോ പറയുന്ന ഇതാണ്. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട്, ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതുണ്ടാകാൻ കാരണക്കാരെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. The current induced in a conductor will oppose the change in current that is causing the flux to change. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ പറഞ്ഞ പോലെ ആ ഇൻഡ്യൂസ്ഡ് ആകുന്ന കറണ്ട് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും ആ ചേഞ്ചിങ് കറണ്ടിനെ. ആ ചേഞ്ചിങ് കറണ്ട് മൂലമാണ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുമൂലമാണ് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഇൻഡ്യൂസ് ഇറ്റ് ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ് ദ നെഗറ്റീവ് സൈൻ ഇൻ ദ ഫാരഡേ ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ് ഇ എം എഫ് ഇങ്ങനെ എഴുതാം: വി എൽ ഈസ് ഇക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ ഇനി ഇഫ് ദർ ആർ ഇൻ ഡിസ്കണ്ടിന്യൂയിറ്റീസ് അറൗണ്ട് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് there will be change in the induced current and as a result there will be some change in this coil. അതായത് നമ്മൾ കണ്ടു എഡ്ഡി കറണ്ട്, ആ എഡ്ഡി കറണ്ട് സ്പെസിമനിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ സ്പെസിമനിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് എഡ്ഡി കറണ്ട് ഫ്ലോനെ ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പിഡൻസിനെ അത് ബാധിക്കും. അപ്പോൾ ആ ഇമ്പിഡൻസിനുണ്ടാകുന്ന വേരിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഡിഫക്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും, ടു ഡിറ്റക്ട് ദ ഡിഫക്റ്റ്. ഇനി കാണുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു, നമുക്ക് ഇമ്പിഡൻസ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ആ ഒരു സർക്യൂട്ടിൽ നമ്മളൊരു എ സി സോഴ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കോയിലുണ്ട്, ആ കോയിലിലേക്കാണ് എ സി സോഴ്സ് കൊടുക്കുന്നത്. അത് കോയിലൊരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ആ ഒരു കോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ കോയിലിന് റെസിസ്റ്റൻസും ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസും ഉണ്ടാകും. ഇനി നമ്മൾ രണ്ട് കേസസ് ആയിട്ട് എടുക്കുകയാണ്. ഒരു ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പം നമ്മളെടുത്ത ഒരു സർക്യൂട്ട് അത് കംപ്ലീറ്റ്ലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണെന്ന് കരുതുക.
അപ്പോൾ അത്തരത്തിൽ കംപ്ലീറ്റ്ലി റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് എങ്കിൽ ആ സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഈ കാണുന്ന രീതിയിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ഫേസ് ലാഗ് ഉണ്ടാവില്ല എന്ന്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു സർക്യൂട്ട് പ്യൂർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണെന്ന് കരുതുക. ഫോർ എ കംപ്ലീറ്റ്ലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദെൻ ദെയർ ഈസ് എ ലാഗ്, ഫേസ് ലാഗ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ IL എന്ന് പറയുന്നതാണ് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, L എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റൻസ്. സോ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഈ കാണുന്ന രീതിയിൽ ഒരു ഫേസ് ലാഗ് ഉണ്ടാകും. സെയിം കാര്യമാണ് ഇവിടെയും കാണുന്നത്. അതാണ് ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ കാണുക. അപ്പോൾ എന്തിനാണ് നമ്മളിത് പറഞ്ഞത്? നമ്മളിവിടെ എടുക്കുന്ന ഈ പ്രൈമറി കോയിലുള്ള ആ ഒരു സർക്യൂട്ട്, അപ്പോൾ ആ കോയിലിൽ പ്രൈമറി കോയിലുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് കോയിലുണ്ട്, അല്ലെങ്കിൽ പ്രോബുണ്ട്. അപ്പോൾ ആ കോയിലിന് റെസിസ്റ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസും ഉണ്ട്. സോ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇൻ എഡി കറന്റ് ടെസ്റ്റിംഗ് ദ കോയിൽ യൂസ്ഡ് വിൽ ഹാവ് ബോത്ത് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് കമ്പോണൻസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോയിലിൻ്റെ കേസിൽ നമ്മുടെ സർക്യൂട്ടിൽ നമ്മളിത് രണ്ടും കൺസിഡർ ചെയ്യണം, റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻഡക്റ്റൻസും. സോ ദാറ്റ് വി നീഡ് ടു കൺസിഡർ ബോത്ത് ഇൻഡക്റ്റീവ് ആൻഡ് റെസിസ്റ്റീവ് കമ്പോണൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റീവ് കമ്പോണൻറ്റും ഇൻഡക്റ്റീവ് കമ്പോണൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണിച്ചിരിക്കുക IR എന്ന് പറയുന്ന കറണ്ട് ഡ്യൂ ടു റെസിസ്റ്റൻസ് ആണ്, IL എന്ന് പറയുന്ന കറണ്ട് ഡ്യൂ ടു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും കറണ്ട് ഫ്ലോ ആണ് നമ്മൾ ഈ കാണുന്ന ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഫേസ് ലാഗ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ കറണ്ട് ഡ്യൂ ടു ഇംപഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടോട്ടൽ ഓപ്പോസിഷൻ. ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ഓപ്പോസിഷൻ, ആ ടോട്ടൽ ഓപ്പോസിഷനിൽ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഓപ്പോസിഷനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഓപ്പോസിഷനും ഉണ്ട്. സോ ആ ടോട്ടൽ ഓപ്പോസിഷനാണ് ഇംപഡൻസ്. അപ്പോൾ ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട് വിച്ച് കണ്ടെയ്ൻസ് ബോത്ത് റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് ഇൻഡക്റ്റൻസ് കമ്പോണൻറ്റ് വിൽ ബി എ സം ഓഫ് ദീസ് ടു. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് എടുത്തു. ആ സർക്യൂട്ടിൽ IR എന്ന് പറയുന്നതാണ് റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, IL എന്ന് പറയുന്ന ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡ്യൂ ടു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കറണ്ട് ഡ്യൂ ടു റെസിസ്റ്റൻസ്. അപ്പോൾ അത് രണ്ടും ഉള്ള ഫേസ് ലാഗാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംപഡൻസ്, ടോട്ടൽ കറണ്ട് ഡ്യൂ ടു ഇംപഡൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ കറണ്ട് ഡ്യൂ ടു ഇംപഡൻസ്. ദെൻ അങ്ങനെയെങ്കിൽ നമുക്കൊരു റിലേഷനിലേക്ക് എത്തണം. അതായത് റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഇംപഡൻസും തമ്മിലൊരു റിലേഷനിലേക്ക് എത്തണം. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഈ ഇംപഡൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ദിസ് ഇംപഡൻസ് ഈസ് ദ സം ഓഫ് ബോത്ത് ദ റെസിസ്റ്റൻസ് കമ്പോണൻസ് ആൻഡ് ദ ഇൻഡക്റ്റൻസ് കമ്പോണൻറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒരു ഒപ്പോസിഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒരു ഒപ്പോസിഷനും ഉണ്ട്. സോ അതുകൊണ്ട് ഈ രണ്ട് കമ്പോണൻറ്റും നമ്മൾ ഇംപഡൻസിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇംപഡൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിൽ നമ്മളിങ്ങനെ വരയ്ക്കും. The impedance in a circuit with the resistance and inductive reactance can be calculated using the following equation. Z is equal to root of XL squared plus R squared. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് Y ആക്സിസ്, റെസിസ്റ്റൻസ് X ആക്സിസ്, ദെൻ ആ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നതാണ് ഇംപഡൻസ്. ആ റിസൾട്ടൻ്റ് വെക്ടർ ഇംപഡൻസ് റെസിസ്റ്റൻസുമായിട്ടൊരു ഫേസ് ആംഗിൾ ഉണ്ടാകും, അതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കും. സോ ഇംപഡൻസ് വിൽ ഹാവ് സം ഫേസ് ലാഗ് theta with respect to the current through the resistor. അപ്പോൾ അതാണ് തീറ്റ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസൾട്ടൻ്റ് വെക്ടറായ ഇംപഡൻസ് ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിൾ തീറ്റയിൽ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഓംസ് ലോ ഫോർ AC സർക്യൂട്ട് നമുക്കറിയാം. ഓംസ് ലോ ഫോർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ V = I × R എന്നറിയാം. ദെൻ അതുപോലെ ഓംസ് ലോ ഫോർ AC സർക്യൂട്ട് ആണെങ്കിൽ V = I × Z ഫോർ ഇംപഡൻസ്. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് Z = root of XL squared plus R squared കിട്ടി എന്നുള്ളത്. സോ phi = L × I.
എൽ എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റൻസ്, ഐ എന്ന് പറയുന്നതാണ് കറണ്ട്. അങ്ങനെയെങ്കിൽ d∅dt നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ ഇൻറ്റു di/dt പ്ലസ് ഐ ഇൻറ്റു dl/dt. ഇനി എൽ എന്ന് പറയുന്നത് ഒരു കോയിലിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് 0 ആകും. d∅dt എന്ന് പറയുന്നത് എൽ ഇൻറ്റു di/dt ആണ്. ഇനി നമ്മളിവിടെ കൊടുക്കുന്നത് എ സി സോഴ്സ് ആണ് കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. I=I0 സൈൻ ഒമേഗ ടി ആണ്. ഒരു എ സി കറണ്ടാണ് കൊടുക്കുന്നത്, I0 സൈൻ ഒമേഗ ടി. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എ സി സർക്യൂട്ടിൽ ഓംസ് ലോ എടുക്കുമ്പോൾ എ സി സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഓംസ് ലോ എടുക്കുമ്പോൾ V=I/R ആണ്. അപ്പോൾ നമുക്ക് V-VL=I/R എന്ന് എഴുതാം. കാരണം VL എന്ന് പറയുന്നതാണ് ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. V-VL=I/R എന്ന് എഴുതാം. ഇനി VL എന്ന് പറഞ്ഞാൽ d∅dt ആണ്. ആ d∅dt നമ്മൾ കണ്ടു, L ഇൻറ്റു di/dt ആണ്. L ഇൻറ്റു di/dt. ദെൻ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, V-L ഇൻറ്റു di/dt=I/R. ഇനി I നമുക്കറിയാം I0 സൈൻ ഒമേഗ ടി ആണെന്ന്. അപ്പോൾ di/dt എന്തായിരിക്കും? I0 ഒമേഗ കോസ് ഒമേഗ ടി. V-L ഇൻറ്റു I0 ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് I0 സൈൻ ഒമേഗ ടി ഇൻറ്റു R. അവത്തിൽ നമ്മളിങ്ങനെ എഴുതി, V=I0 ഇൻറ്റു R സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ എൽ കോസ് ഒമേഗ ടി. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു എ സി സർക്യൂട്ടാണ് എങ്കിൽ നമ്മുടെ ഒത്തിൽ ഓംസ് ലോ പറയുക V=I/Z എന്നാണ്. അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ V=I0 ഇൻറ്റു ഈ ഒരു കമ്പോണൻറ്റ് എന്തായിരിക്കും? Z. അപ്പോൾ അതുകൊണ്ട് നമുക്ക് Z=R സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ എൽ കോസ് ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റി. ഒമേഗ എല്ലിനെ നമ്മൾ XL അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിച്ചു. Z=R സൈൻ ഒമേഗ ടി പ്ലസ് XL കോസ് ഒമേഗ ടി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Z=√XL² പ്ലസ് R². അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇമ്പിഡൻസിനൊരു റിലേഷൻ കിട്ടി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അതുപോലെ റെസിസ്റ്റീവ് കമ്പോണൻസും മൂലം ഉണ്ടാകുന്ന ഒരു ഒപ്പോസിഷൻ്റെ ടോട്ടൽ തുകയാണ് ഇമ്പിഡൻസ്. Z can be broken in terms of the inductance and resistance, or in other words, the total opposition or total resistance to the flow of current, which is impedance, is a combination of inductance and resistance. അപ്പോൾ ഈ ഇമ്പിഡൻസിനകത്ത് റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒപ്പോസിഷനും അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒപ്പോസിഷനും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രം നമ്മൾ പറഞ്ഞു, ക്രായ്ക്കുണ്ട് അല്ലെങ്കിൽ ഡിഫക്റ്റുകളുണ്ട് എങ്കിൽ നമുക്കതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ഇമ്പിഡൻസ് വേരിയേഷനിലൂടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഇമ്പിഡൻസ് വേരിയേഷൻ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രം ഡിസ്കസ് ചെയ്യാം.